വൈദ്യുതി പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് കെ.എസ്.ഇ.ബിയിൽ ചില്ലറ നൽകി വൈറലായ വാർഡ് മെമ്പറുടെ വീട്ടിലെ ഫ്യൂസൂരി കെ.എസ്.ഇ.ബി. കൊല്ലം തലവൂരിലെ ബി.ജെ.പി. വാർഡ് മെമ്പർ രഞ്ജിത്തിന്റെ വീടിന്റെ ഫ്യൂസാണ് കെ.എസ്.ഇ.ബി. ഊരിയത്. വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയാണ് കെ.എസ്.ഇ.ബി. ഫ്യൂസ് അഴിച്ചുമാറ്റിയത്. വാർഡ് മെമ്പറാണ്. അല്ല, ബില്ലടയ്ക്കാൻ വന്നതാണ്. എൻ്റെയും എൻ്റെ വാർഡിലെ കുറച്ച് പേരേ ഉള്ളൂ, 9 പേരുടെ ബില്ലേ ഉള്ളൂ. നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ കെ.എസ്.ഇ.ബിക്ക് ചില്ലറ നൽകി പ്രതിഷേധിച്ച കൊല്ലം തലവൂർ രണ്ടാളുമൂട് വാർഡ് മെമ്പർ രഞ്ജിത്താണ് കെ.എസ്.ഇ.ബിയുടെ പ്രതികാരത്തിനിരയായത്. 2 ദിവസമായി വീട്ടിൽ കറണ്ടില്ലെന്നാണ് രഞ്ജിത്തിന്റെ പരാതി. എൻ്റെ വീട്ടിൽ 3 ദിവസം കൊണ്ട് കെ.എസ്.ഇ.ബി ഇരുട്ടിലാക്കിയിരിക്കുകയാണ്. ഞാൻ 2-3 ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യയുടെ മാതാവ് അമ്മായിയമ്മ മരണപ്പെട്ടു പോയതിൻ്റെ 16 കുളിയായിരുന്നു ഇന്നലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഭാര്യയുടെ വീട്. അപ്പം അതിൻ്റെ 16മായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ 2 ദിവസം കൊണ്ട് ചടയമംഗലത്തായിരുന്നു. അപ്പം ആ സമയത്ത് ഈ 5/7/2024 ഈ 2 ദിവസം മുമ്പ് കെ.എസ്.ഇ.ബി എന്നെ വിളിക്കുകയും കെ.എസ്.ഇ.ബി പറയുന്നു, ഇവിടെ എൻ്റെ വീട്ടിൽ മെയിൻ സ്വിച്ച് എരിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതിനാൽ എൻ്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ വീട്ടിൽ വന്ന് മെയിൻ സ്വിച്ച് മാറ്റിയതിന് ശേഷം ഞങ്ങൾ കറണ്ട് തരാം എന്ന് പറയുന്നുണ്ടായി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമാണ് അറിഞ്ഞത്, നമ്മുടെ ഇവിടെ പള്ളിയിൽ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസമൊന്നും പള്ളിയിലും അവിടെയൊന്നും കറണ്ട് ഇവർ കട്ട് ചെയ്യുകയുണ്ടായി. എന്തോ ലൈൻ ഫോൾട്ട് ആണ്, അത് ചെക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ ഫോൾട്ട് കൊണ്ടാണ് ഈ ബാക്കി പള്ളിയിലും ബാക്കി എല്ലായിടത്തും ഈ ഷോർട്ടേജിന്റെ പ്രശ്നം വന്നത് എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പുതിയ മെയിൻ സ്വിച്ച് സ്ഥാപിച്ചിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കെ.എസ്.ഇ.ബി തയ്യാറാകുന്നില്ലെന്നും രഞ്ജിത്ത് പരാതിപ്പെടുന്നു. അപ്പോൾ ഇതേ സംഭവം ഈ ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലും ഈ മെയിൻ സ്വിച്ചും ELCBയും കൂടെ എരിഞ്ഞു പോയി. അവരും ഇതുപോലെ കെ.എസ്.ഇ.ബി വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നിന്നും അവരും ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് റെഡിയാക്കി. അപ്പോൾ തന്നെ അവര് കെ.എസ്.ഇ.ബിക്കാർ അതിൽ കണക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ചോദിക്കാനുള്ള പ്രധാന കാരണം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാട്ടിലെ ഈ വൈദ്യുതി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില്ലറ പൈസയുമായി ഞാൻ ഇവരുടെ ബില്ലുകൾ അടച്ചതിൻ്റെ ഒരു പകപോക്കലാണോ എന്ന് ഉള്ളൊരു സംശയം ഇപ്പോൾ മനസ്സിൽ വരുന്നുണ്ട്. കെ.എസ്.ഇ.ബിയുടെ പ്രതികാര നടപടിക്ക് പരിഹാസത്തോടെയാണ് രഞ്ജിത്ത് മറുപടി നൽകുന്നത്. റാന്തൽ വെളിച്ചത്തിലിരുത്തിയും കിണറിൽ വെള്ളം കോരിച്ചും തന്നെ കെ.എസ്.ഇ.ബി പഴമയിലേക്ക് എത്തിച്ചു എന്നാണ് രഞ്ജിത്തിന്റെ പരിഹാസം. ജനം, കൊല്ലം.